ഹലോ എവ്രി വൺ, വെൽക്കം ടു TLC ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മിസ്സസ് അന്നമ്മ ജോൺ ഉണ്ട്. ഞങ്ങൾ സ്നേഹത്തോടെ സാലി ആൻറ്റി എന്ന് വിളിക്കാം. സോ നമുക്ക് ആൻറ്റിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ച് ഇവിടുത്തെ സ്റ്റേ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം. സോ ആൻറ്റി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു ദ ഷോ. സോ ആൻറ്റി, എന്തുകൊണ്ട് നമ്മുടെ ഈ ഷോർട്ട് ടേം സ്റ്റേ, ഹാപ്പി ഹോംസിൽ ഈ ഷോർട്ട് ടേം സ്റ്റേ സെലക്ട് ചെയ്തു? ഞങ്ങൾ ഈ ഹാപ്പി ഹോമിനെ പറ്റി ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാൻ തക്കനിടയായി തീർന്നു. അന്നേരം എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം ഭവനത്തിൽ പോയി നിൽക്കുന്നത് പോലെ തന്നെയുള്ള കെയറൊക്കെ ഇവിടുന്ന് ലഭിക്കുമെന്നും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ അറിവിലൂടെയാണ് ഇവിടം തിരഞ്ഞെടുത്തത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ആൻറ്റിക്ക് ഈ ഒരു 1 month എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാമോ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. വിശേഷാൽ ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ചെടികളാണേലും മരക്കൂട്ടങ്ങൾ, അതിൻ്റെ നടുവിൽ തന്നെ മലമേൽ നിൽക്കുന്ന പട്ടണം പോലെ ഈ ഹാപ്പി ഹോമിൻ്റെ നിൽപ്പും എല്ലാം വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ പച്ച വിരിച്ച പോലെ മരക്കൂട്ടങ്ങളുടെ ആ ഒരു നിറം എനിക്ക് ഹൃദയത്തിൽ എനിക്ക് വളരെ ഒരു കുളിർമ നൽകി തന്നു. അതോടൊപ്പം റൂമിൽ നിന്നാൽ തന്നെ ഏകദേശം സൺസെറ്റ് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സമർപ്പണത്തോടാണ് ഇവിടെ എല്ലാവരും വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കെയർ ഗീവേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും അത് നമ്മളുമായിട്ട് പരിചയപ്പെടുന്ന എല്ലാവരും നമ്മുടെ ഭവനത്തിൽ നിന്ന് അന്യപ്പെട്ട് നിൽക്കുന്നൊരു ചിന്തയില്ല. പക്ഷെ എല്ലാവരും വന്നിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ സമർപ്പണത്തോടെ ഒരു മുഷിച്ചിലില്ല. ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ഏത് സമയവും നമ്മളോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് എനിക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എനിക്ക് അനുഭവപ്പെടാൻ തക്കനിടയായി തീർന്നു. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, സോ ആൻറ്റി ഇവിടെ വന്നപ്പോൾ തൊട്ട് ആൻറ്റിക്ക് ഇവിടുത്തെ സ്റ്റേ നല്ല റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നല്ലോ. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല ആയാസകരമായ കംഫർട്ടബിളായിട്ടുള്ള ലൈഫായിരുന്നു ഇവിടുത്തെ. നല്ല ശാന്തതയായിരുന്നു, ഉള്ളിലെപ്പോഴും ശാന്തതയായിരുന്നു. എന്ന് പറയാൻ നമ്മളെ ആരും ബുദ്ധിമുട്ടിക്കാനോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ റൂമിൽ, ആ രീതിയിലല്ലേ. അന്നേരം അവിടെ ആകുമ്പോൾ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആരും കയറി നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ ഭാരപ്പെടുത്താനോ ഒന്നും വന്നിട്ടില്ല. അത് കാരണം വളരെ സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ടൊക്കെ ആയിരുന്നു ഞാൻ റൂമിൽ കഴിഞ്ഞത്. Okay. Thank you so much, Auntie, for joining. It was an honor to serve you. Thank you so much.